ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ തെരുവ് നായ്ക്കൾ യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. യാത്രക്കാർ പ്ലാറ്റ്ഫോമിലൂടെ ഓടുകയോ അറിയാതെ തട്ടുകയോ ചെയ്താൽ തെരുവ് നായ്ക്കൾ കടിക്കുന്ന അവസ്ഥയാണ്. തെരുവ് നായ്ക്കൾക്ക് പ്ലാറ്റ്ഫോമിൽ ഭക്ഷണം നൽകുന്നവർക്ക് 500 രൂപ പിഴ ഈടാക്കുന്നുണ്ടെങ്കിലും ഇവ ഭക്ഷണാവശിഷ്ടങ്ങൾ ലഭിക്കുന്നതിനാലാണ് സ്റ്റേഷനിൽ തന്നെ കിടക്കുന്നത്. മിക്കവാറും ദിവസങ്ങളിൽ തെരുവ് നായ്ക്കൾ യാത്രക്കാരെ കടിക്കുന്നുമുണ്ട്. 7 പ്ലാറ്റ്ഫോമുകളിലുമായി 100ഓളം നായ്ക്കളുണ്ട്. പ്ലാറ്റ്ഫോമുകളിലെ കാത്തിരിപ്പ് കേന്ദ്രങ്ങൾക്കിടയിലും മേശകൾക്കടിയിലുമെല്ലാം തെരുവ് നായ്ക്കളാണ്. ഇവയെ പ്ലാറ്റ്ഫോമിൽ നിന്ന് മാറ്റാൻ റെയിൽവേ അധികൃതർ ശ്രമിക്കുന്നുണ്ടെങ്കിലും നടക്കാറില്ല. യാത്രക്കാർ പുറത്തേക്ക് വലിച്ചെറിയുന്ന ഭക്ഷണാവശിഷ്ടങ്ങളാണ് ഇവയെ ആകർഷിക്കുന്നത്. പ്ലാറ്റ്ഫോമുകളിലും പാളങ്ങളിലുമെല്ലാം യാത്രക്കാർ ഭക്ഷണാവശിഷ്ടം വലിച്ചെറിയുന്നുണ്ട്. പുറത്തേക്കെറിയുന്നവയെല്ലാം ശുചീകരണ തൊഴിലാളികൾ ഭക്ഷണാവശിഷ്ടങ്ങൾ നീക്കുന്നുണ്ടെങ്കിലും നായ്ക്കൾ പോകുന്നില്ലെന്നാണ് പരാതി. നായ്ക്കൾക്ക് പ്ലാറ്റ്ഫോമിൽ വെച്ച് ഭക്ഷണം നൽകുന്നവർക്ക് 500 രൂപ പിഴ ഈടാക്കുന്നുമുണ്ട്. ഒരാഴ്ചക്കിടെ 4 പേർക്ക് പിഴ നൽകി. ഭക്ഷണം നൽകുന്നത് ഫോട്ടോ എടുത്ത് കൊടുക്കുന്നയാളെ കാണിച്ചതിന് ശേഷമേ പിഴ ഈടാക്കാനാവൂ എന്നതും റെയിൽവേ അധികൃതർക്ക് തലവേദനയാണ്. തെരുവ് നായ്ക്കൾ പ്ലാറ്റ്ഫോമിൽ കിടക്കുന്നതറിയാതെ ചവിട്ടുന്ന യാത്രക്കാർക്കാണ് കടിയേൽക്കുന്നത്. ഇവരിൽ പലരും റെയിൽവേ അധികൃതർക്ക് പരാതി നൽകുന്നുണ്ടെങ്കിലും നായ്ക്കളെ മാറ്റാൻ ഒരു വഴിയുമില്ലെന്നാണ് റെയിൽവേ അധികൃതരുടെ വിശദീകരണം. നഗരസഭയ്ക്ക് കത്ത് നൽകുന്നുണ്ടെന്നും തെരുവ് നായ്ക്കളെ യാത്രക്കാർ ശ്രദ്ധിക്കണമെന്നുമാണ് അധികൃതരുടെ മുന്നറിയിപ്പ്. 7 പ്ലാറ്റ്ഫോമുകളിലായി 50-ലധികം നായ്ക്കളുണ്ടെന്ന് യാത്രക്കാർ പറയുന്നു. രാത്രി സ്റ്റേഷനിൽ ഇറങ്ങുന്ന യാത്രക്കാർക്ക് പലപ്പോഴും ഇവയെ കാണാത്തതിനാലാണ് ചവിട്ടുന്നത്. ചവിട്ടേൽക്കുമ്പോൾ നായ്ക്കൾ കടിക്കുകയുമാണ്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.